അപ്പൊ ദാ മക്കളെ നമ്മുടെ മലയാളം അടിപൊളിയായിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം? മലയാളം സെക്കൻഡ് ആണ് നിങ്ങളുടെ മുന്നിലുള്ള എക്സാം എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് പഠിക്കണ്ടേ? മേഘ മിസ് ആധികാരികമായിട്ട് സംസാരിക്കാം. മലയാളം ഫസ്റ്റ് നമ്മൾ കിഡിലോസ്കി ആയിട്ട് തീർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇനി നമ്മുടെ മുന്നിലുള്ളത് സോഷ്യൽ അല്ലേ? സോഷ്യൽ. അതെ, നമ്മള് എന്ത് മനോഹരമായിട്ടാണ് നിങ്ങൾ എക്സാം ചെയ്തത്. ഓരോ കമന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻസും ചാപ്റ്റർ റിവിഷനും എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇനി എന്ത് ചെയ്യണം? നമുക്ക് മലയാളം സെക്കൻഡ് അടിച്ചുപൊളിയായിട്ട് പഠിക്കണം. മേഘ മിസ് പറയൂ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പൊ നമ്മുടെ മലയാളം സെക്കൻഡിന്റെ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ 25th നമുക്ക് പഠിക്കാൻ വേണ്ടി 2 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ 2 ദിവസം എങ്ങനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം, എങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് മലയാളത്തിൽ നല്ല മാർക്ക് കിട്ടുക. ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, മലയാളം അല്ലേ, മലയാളം സെക്കൻഡ് അല്ലേ, അതൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് കുറച്ച് കഥയും കവിതയും മാത്രമല്ലേ ഉള്ളൂ, വെറുതെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഒന്നും പുസ്തകം തുറന്നു നോക്കിയില്ലെങ്കിലും എക്സാമിന് എന്തായാലും ജയിക്കും, ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരുപാട് മക്കളുണ്ടായിരിക്കും. പക്ഷെ മലയാളമാണ്, വെറുതെ വായി തോന്നിയ കാര്യങ്ങൾ എഴുതി വെച്ചാൽ ആർക്കും മാർക്ക് കിട്ടില്ല. അപ്പൊ അതിൽ ആവശ്യമുള്ള കുറച്ച് പോയിന്റ്സ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ് ഉണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യണം? എക്സാം ഇൻ ഫാമിലി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ 2-3 ലൈവുകളായിട്ട് വരുന്നുണ്ട്. എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഒരു ലൈവ് പോകുന്നുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നീട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സെഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവും. ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ തരുന്ന സമയത്ത് അവസാനം വരെ എക്സാം അടിപൊളിയായിട്ട് എഴുതും. അത്രേ ഉള്ളൂ പറഞ്ഞ കാര്യങ്ങളുള്ളൂ മക്കളെ. ബേക്കിൽ നിങ്ങൾക്ക് കാണാം എക്സാമിനറിന്റെ മാസ്റ്റർ പ്ലാൻ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ എന്താണ് ആ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അദ്വൈത് സാർ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങളുള്ളൂ. 23/3/25 അതായത് സൺഡേ, ഇനി വരാൻ പോകുന്ന സൺഡേ ഉണ്ടല്ലേ? ഇന്ന് 20-ാം തീയതിയാണ്. 23-ാം തീയതി ഞായറാഴ്ച മക്കളുടെ മുന്നിലേക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വരുന്നതായിരിക്കും. അന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഞങ്ങൾ കംപ്ലീറ്റ്ലി അല്ലേ? അപ്പൊ മക്കളെ എന്തായാലും നോക്കി വെച്ചോ, 23-ാം തീയതി സൺഡേ എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ വരുന്നുണ്ടാവും. മലയാളം സെക്കൻഡ് കംപ്ലീറ്റ് ചാപ്റ്ററിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുക്കും മൂലയും അരിച്ചു പിറക്കി നിങ്ങളെ അങ്ങോട്ട് പഠിപ്പിക്കും. സെറ്റാണ്. അതിനുശേഷം പിന്നെ തിങ്കളാഴ്ച സ്വാഭാവികമായിട്ടും ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിലേക്ക് പോകാൻ വേണ്ടി എക്സാമിലേക്ക് എത്തുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസും കൂടി കണ്ടു കഴിഞ്ഞാൽ എക്സാം അടിപൊളി. അതെ, അതിന് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി 24-ാം തീയതി കംപ്ലീറ്റ് ആയിട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും. ഫുൾ നമ്മള് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും. അത് കാര്യാക്കണ്ട, അത് എന്ത് ചെയ്യാണ്? അത് പ്രശ്നമാക്കണ്ട, എന്നെ കാര്യാക്കണ്ടെന്നാണോ? അതെ. അപ്പൊ മകളെ എന്താണ് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് 24 വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ ആയിട്ട് ചിലപ്പോൾ ഒരു ചാപ്റ്റർ പോലും പഠിച്ചിട്ടുണ്ടാവില്ല, ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ വിട്ടേക്കുക. എന്ത് ചെയ്യുക? നമ്മുടെ 23rd ആദ്യത്തെ ലൈവിൽ എൻ്റെ കുട്ടികൾ വരാം. ഫുൾ ചാപ്റ്റേഴ്സിന്റെ സമ്മറി കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അതിനുശേഷം നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാതെ കണ്ട അടുത്ത ലൈവ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ലൈവാണ്. കാരണം വെറുതെ ചാപ്റ്റർ മാത്രം അറിഞ്ഞാൽ പോരാ, അതിൽ നിന്ന് വരുന്ന എന്ത് കാര്യങ്ങളായാലും, ഇപ്പോൾ ലെറ്റർ റൈറ്റിംഗ് ആയാലും നോട്ടീസ് ആയാലും അങ്ങനെ എന്ത് കാര്യങ്ങളായാലും അതിൻ്റെ എല്ലാ ഫോർമാറ്റ് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പറഞ്ഞുതരും. നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവിലായിരിക്കും പറയുന്നത്. അത് നമ്മുടെ എക്സാമിന്റെ തലേന്നായിരിക്കും. ഇനി എക്സാമിന്റെ അന്ന് രാവിലെ നമുക്ക് ഇതെല്ലാം പൊടി തട്ടി പോകേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പൊ 2 ദിവസത്തിനുള്ളിൽ ഈ ഒരു വർഷം നമ്മൾ പഠിച്ച മലയാളം സെക്കൻഡിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ഫുൾ റെഡി ആക്കാനായിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പടയായിട്ട് 3 പേര് വരുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും പറയാം, മലയാളത്തിന് വേണ്ടി എക്സാം ഇൻ യുവർ ഫാമിലിയുടെ ഒരു അടിപൊളി പ്ലാൻ ആണ് ഇതുള്ളത്. വേണമെങ്കിൽ നമുക്ക് എല്ലാ ചാപ്റ്ററിന്റെ സമ്മറിയും ക്വസ്റ്റ്യൻസും എല്ലാം കൂടി ഒരുമിച്ച് ഒരു ദിവസം കൊടുക്കാം. പക്ഷെ നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് ചിലർക്ക് സമ്മറി അറിയുന്നുണ്ടാവില്ല, ചിലർക്ക് ക്വസ്റ്റ്യൻസ് വേണം അല്ലെ? അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ദിവസമായിട്ട് ലൈവ് വെച്ചിട്ടുള്ളത്. സോ ഈ 2 ലൈവുകളും മിസ് ചെയ്യാതിരിക്കും. പിന്നെ രാവിലെ ബൂസ്റ്റും കുടിക്കും. അപ്പം പോരെ, കമന്റ് ബോക്സിൽ വി ആർ റെഡി ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാ നമ്മളെ പ്ലാനിന് വേണ്ടിട്ട്. ഓക്കെ, വി വിൽ സീ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വരും ദിവസങ്ങളിൽ കാണാൻ കഴിയുന്നതായിരിക്കും നമ്മളെ എല്ലാം ആ വ്യക്തമായ ക്ലാസ്സുകളോടുകൂടിയും അതുപോലെ വ്യക്തമായ
ചോദ്യോത്തരങ്ങൾ അപ്പൊ അടിപൊളിയായിട്ടിരുന്നോളൂ. നമ്മൾ റെഡിയാണ്. നിങ്ങൾ റെഡി ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ഫയർ ഇട്ടിട്ട് വി ആർ റെഡി സാർ അങ്ങോട്ട് ഇട്ടോളൂ. അത്ര മതി. അപ്പൊ ഓക്കെ, അടിച്ചുപൊളിയായിട്ട് ഉഷാറാക്കി പഠിക്കുക.